മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കർത്തയുടെ വീട്ടിൽ നിന്നും ED സംഘം രേഖകൾ കസ്റ്റഡിയിലെടുത്തു. ആലുവ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലെത്തിയാണ് ED കർത്തയെ ചോദ്യം ചെയ്യുന്നത്. 2 തവണ സമൻസ് നൽകിയിട്ടും ശശിധരൻ കർത്ത ED ഓഫീസിൽ ഹാജരായിരുന്നില്ല. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, 2 തവണ സമൻസ് നൽകിയിട്ടും കർത്ത ഒഴിഞ്ഞു മാറുകയാണ്. ഇപ്പോൾ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്യൽ ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? KP എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 2 സംഘങ്ങളായാണ് ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുന്നത്. അതിലൊരു സംഘം മടങ്ങി. ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന 2ാമത്തെ സംഘം ഇപ്പോഴും ശശിധരൻ കർത്തയുടെ വീട്ടിൽ തന്നെ തുടരുകയാണ്. ആദ്യ 2 യൂണിറ്റുകളായി എത്തി. ആദ്യ സംഘം രാവിലെ മുതൽ തന്നെ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ചിരുന്നു. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് 2ാമത്തെ യൂണിറ്റിനെ കൂടി വിളിച്ചു വരുത്തിയത്. അതിനുശേഷം ചില പ്രധാനപ്പെട്ട രേഖകളടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ചെയ്തു. KP സൂചിപ്പിച്ചതുപോലെ തന്നെ 2 തവണ സമൻസ് ലഭിച്ചിട്ടും CMRL MD ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിനായി ഹാജരായിരുന്നില്ല. മറിച്ച് കോടതിയെ സമീപിച്ചു ഈ ചോദ്യം ചെയ്യൽ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങളായിരുന്നു ശശിധരൻ കർത്തയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നേരിട്ട് തന്നെ, കാരണം അസുഖബാധിതനാണ് എന്ന ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്, പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ചോദ്യം ചെയ്യലിനെത്തുന്നില്ല എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട് തന്നെ ഇവിടെ ചോദ്യം ചെയ്യലിനായിട്ട് എത്തിയിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ, അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പ്രധാനമായും CMRL മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക്കുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, 1,72,00,000 രൂപ വീണ വിജയന്റെ എക്സോലോജിക് കമ്പനിക്ക് IT സേവനങ്ങളുടെ മറവിൽ നൽകിയ പണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം, സ്ഥിരീകരണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾ എന്നിവയുടെ വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെയാണ് CMRLുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ 78 ലക്ഷം രൂപ വായ്പയായി നൽകി. ആ വായ്പ തുക CMRL നൽകിയ, അല്ലെങ്കിൽ CMRLുമായി അനുബന്ധ സ്ഥാപനം നൽകിയ പണം ഒരിക്കൽ പോലും തിരിച്ചടക്കാൻ എക്സോലോജിക് തയ്യാറായിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ അത് വെറുതെ നൽകുന്നത് പോലെ, അല്ലെങ്കിൽ തിരിച്ച് ലഭിക്കില്ല എന്ന് ഉറപ്പോടെ ആ പണം നൽകിയതാണ് എങ്കിൽ എന്തിനാണ് അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാടിലേക്ക് CMRL കടന്നത്, പ്രത്യുപകാരമായി എന്ത് കാര്യങ്ങളാണ് ലഭിച്ചത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് CMRLന്റെ 135 കോടി രൂപയുടെ കണക്കുകളിൽ കാണിക്കാത്ത സാമ്പത്തിക ഇടപാടുകൾ നേരത്തെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ, ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ, ആദായ നികുതി വകുപ്പിന്റെ രേഖകളിൽ ഒന്നും രേഖപ്പെടുത്താത്ത 135 കോടി രൂപ, അതായത് ചുരുക്കപ്പേരുകളിൽ പോലും രേഖപ്പെടുത്തിയിട്ടുള്ള, ഡയറിയിൽ രേഖപ്പെടുത്തി ശശിധരൻ കർത്ത പലർക്കായി കൈമാറിയ പണം, ഈ 3 കാര്യങ്ങളിലാണ്. അതായത് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഫെമ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത് CMRLന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എക്സോലോജിക്കിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. രേഖകൾ ഹാജരാക്കാൻ നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ CMRLനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഈ ബന്ധപ്പെട്ട രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകാൻ CMRL തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ഇന്ന് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ പോലും ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കിയില്ല. പകരം കോടതിയെ അറിയിച്ചത് ഇത് രഹസ്യ സ്വഭാവമുള്ള രേഖകളാണ് തങ്ങളുടെ കൈവശമുള്ളത്, അത് ആദായ നികുതി വകുപ്പിന്റെ നിയമപ്രകാരം രഹസ്യ സ്വഭാവമുള്ളതാണ്, ആദായ നികുതി വകുപ്പിന് കൈമാറിയ രേഖകളാണ്, അത് വീണ്ടും മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ നൽകാൻ കഴിയില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചത്. അതായത് ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും നിർണായകമായ പണമിടപാട് സൂചിപ്പിക്കുന്ന രേഖകൾ കൈമാറാതെ തന്നെ മുന്നോട്ട് പോവുക എന്നൊരു നീക്കമായിരുന്നു CMRL നടത്തിയത്. എന്നാൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഇക്കാര്യത്തിൽ ശശിധരൻ കർത്തയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാതെ, ശശിധരൻ കർത്തയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാതെ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് ഏറ്റവും സുപ്രധാനമാണ്, ഒഴിവാക്കാനാകില്ല എന്ന് തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നേരിട്ട് ഇവിടെയുള്ള തോട്ടക്കാട്ടുകരയിലെ വീട്ടിലെത്തി 2 യൂണിറ്റുകളായി എത്തിക്കൊണ്ട് വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഒരു അന്വേഷണ സംഘം ഈ രേഖകളുടെ പരിശോധനകൾ, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നേരിട്ട് ശശിധരൻ കർത്തയുടെ കൈവശമുള്ള രേഖകളുടെ പരിശോധനകൾ പൂർത്തിയാക്കുന്നു. മറ്റൊരു സംഘം ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായ മൊഴികൾ രേഖപ്പെടുത്തുന്നു. ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുന്നു. കാരണം ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തത്, അസുഖബാധിതനാണ് എന്ന കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ നേരിട്ട് ഹാജരാകാത്തതിനെ ഒരു കാരണമായി ചൂണ്ടിക്കാണിച്ചത് എങ്കിൽ സ്വാഭാവികമായും അന്വേഷണ സംഘം നേരിട്ടെത്തി മൊഴിയെടുക്കുന്ന ഈ പശ്ചാത്തലത്തിൽ
പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ശശിധരൻ കർത്തിക്ക് മറുപടി നൽകേണ്ടി വരും. എന്തിനാണ് CMRL കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് 1,72 ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി നൽകിയത്? എന്തിനാണ് 78 ലക്ഷം രൂപ അനുബന്ധ കമ്പനിയെ കൊണ്ട് വായ്പയായി നൽകിക്കുകയും അത് തിരിച്ചടവില്ലാതെ ഇരുന്നിട്ടും തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തത്? ഏത് സാഹചര്യത്തിലാണ് ഈ വാർത്തകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഈ രണ്ട് കമ്പനികളും പ്രവർത്തനം നിർത്തിയത്? എക്സലോജിക്ക് അതിന്റെ പ്രവർത്തനം മരവിപ്പിച്ചു, ROCയെ കണ്ടുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചു, പ്രവർത്തനം മരവിപ്പിക്കുകയാണ് എന്ന് അപേക്ഷ നൽകി. അതിനുശേഷം എക്സലോജിക് സൊല്യൂഷൻസ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നു. അതേ കാലത്ത് തന്നെ എംപവർ ഇന്ത്യ അതിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നു. എന്നാൽ ഈ പണ ഇടപാടുകൾ നടന്നു എന്നതിനപ്പുറം തിരിച്ചടക്കാനുള്ള നടപടികൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സലോജിക്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള വലിയ ദുരൂഹതകളാണ്. സ്വാഭാവികമായും വീണ വിജയനെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം മുന്നോട്ട് പോകുന്നു. എക്സലോജിക്കിന്റെ പ്രതിനിധി എന്ന നിലയിൽ, എക്സലോജിക്കിന്റെ ഉടമ എന്ന നിലയിൽ അടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്യാനുള്ളത് വീണ വിജയനാണ്. എന്നാൽ അതിന് മുമ്പ് കർത്തയിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ ശശിധരൻ കർത്തയിൽ നിന്ന് ശേഖരിക്കേണ്ടതുണ്ട് ഈ സാമ്പത്തിക ഇടപാടിന്റെ എന്നതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം ചെയ്യലിലേക്ക് നിർണായകമായ ചോദ്യം ചെയ്യൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറെ ദുരൂഹതകളുണ്ട്, അതൊക്കെ മറന്നേക്ക് പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലും ആ ചോദ്യം ചെയ്യലിന് കിട്ടുന്ന തെളിവുകളും ഉത്തരങ്ങളും അതീവ നിർണായകമാണ്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.